ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി നമ്മുടെ ഓരോ പ്ലേയേഴ്സ് ആയിട്ട് റിവ്യൂ ചെയ്തായിരുന്നു. ബെയിൽ ചെയ്തു, ഒലിവർ ഗെയിൻ ചെയ്തു. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾ ആരെയും സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക, നിങ്ങളുടെ മാനേജർ ആരെയും കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു പ്ലെയറിനെയാണ്, നമ്മുടെ ബെബേറ്റോ, അതുപോലെ വാൻ ബാസ്റ്റൻ, അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിയുടെ ഒരു CF കോംബോ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു CF. കാരണം ഒരു ഡെഡ്ലി കോംബോ ആണ് മച്ചാമാരെ. കാരണം ഈ ഒരു കോംബോൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റി അതുപോലെ തന്നെ നമ്മുടെ വാൻ്റെയും കൂടെ അത് ഫോർലാൻഡിന് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. മച്ചാമാരെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഓൾറെഡി മച്ചാമാരെ, നിങ്ങൾ ഇതുപോലൊരു കോംബോ ആക്കി ഇടുന്നത് അതാ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ആദ്യമായി കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഓൾറെഡി. ഇനിയിപ്പം ഈ ഒരാഴ്ചയും കൊണ്ട് ഡെയിലി ഗെയിം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ എത്ര പേരൊക്കെ എടുത്തു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിനാട്ടോ ഗൈസ് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഡിവിഷൻ മാച്ചിൽ. അപ്പോൾ ഗൈസ് ഇപ്പോൾ കുറച്ച് എന്താ പറയുക നല്ല രീതിക്കുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാബിയാണ് ഗൈസ് നമ്മുടെ ഓപ്പോണൻറ്റ് മാനേജർ. അതുപോലെ അബിയാട്ടി ഉണ്ട്, കോസ്റ്റാറ്റി ഉണ്ട്, മറഡോണ MF ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബെബേറ്റോ, വാൻ ബാസ്റ്റൻ, ബാറ്റി ഒരു കോംബോയാണ്, കഫും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി വണ്ടി എന്തോ പോയി, അതാണ് പുറത്ത് കൂടെ സൗണ്ട് കേട്ടെ. പക്ഷേ അവരെ ഓൾറെഡി കക്കയുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ മാച്ചിൽ നമ്മൾ എന്തായാലും ഓവൻ ഇറക്കുന്നുണ്ട്. നമ്മുടെ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ഇടയ്ക്കിടയ്ക്ക് ഓവൻ ഇറക്കാൻ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് CF ആയിട്ട് സൂര്യ ഇട്ടുകൊണ്ട് സൂര്യയാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് വന്നിട്ടുണ്ട്, ബാസ്ക് FC എന്നാണ് ഓപ്പോണന്റ് പേര്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്, ഈ ഒരു കോംബോ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ഈ ഒരു മാച്ചിൽ വർക്കാവും. അതുപോലെ തന്നെ കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു റോണിയൊക്കെ എടുത്തിട്ട്, റോണിയൊന്നും വന്നില്ല കേട്ടോ മച്ചാൻ, ഓൾറെഡി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സാബി ലോൺസോ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു സാബി ടു മറഡോണ ടു ബെല്ലിംഗം ടു വീണ്ടും പാസ് മറഡോണ ടു നെസ്റ്റേ ഉണ്ട് കേട്ടോ ഗൈസ്. സുവാരസ് അടിച്ചടിച്ച് ബെക്കംബർ ഗൈസ്. നെസ്റ്റേ ഉണ്ട് കേട്ടോ, ഓപ്പോണൻ്റെ കയ്യിൽ നെസ്റ്റേ ഉണ്ട്. അപ്പോൾ ടോണി ആഡംസ്, ഓക്കെ മറഡോണ ടു ഗാഡിയോള ഗൈസ്. അപ്പോൾ ഗാഡിയോളൊക്കെ എടുക്കാത്തൊരാരുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ എടുത്തോ. കാരണം ഓൾറെഡി ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ പോകും. അതുപോലെ തന്നെ പുതിയ അംബാസഡർ പാക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ യമാലൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കും, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മറഡോണ, നല്ലൊരു ചാൻസ്, നല്ലൊരു ഷോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗോൾ ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഓൾറെഡി. അപ്പം അബിയാട്ടി ആട്ടോ ഇവരുടെ ഓപ്പോണന്റ് ഗോളി. നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒലിവർ ഗാനാണ്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് എത്ര റേറ്റിംഗ് കൊടുക്കും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അവരെ 10 ഞാൻ ഓൾറെഡി ഒരു 8 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ്. കാരണം പ്രോഗ്രഷൻ റെഡിയാത്തവർക്കാണ് ഗോളി റെഡിയാവാത്തത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വെച്ചാൽ അവരെ ടോണി ആഡംസ് ടു ഓക്കെ കിട്ടിയില്ല. നെക്സ്റ്റ് ഓടി എടുത്തടാ. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും വെച്ചാൽ അവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ പറഞ്ഞായിരുന്നു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോൻ്റെ കാര്യം. അപ്പം ഞാൻ ഉറപ്പായിട്ടത് നമ്മൾ ഇതിലെങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഈ വരുന്ന വീഡിയോകളൊക്കെ റെഡിയാക്കാട്ടോ. ഞാൻ ഓൾറെഡി ഇത് ചെയ്തപ്പോൾ ചെയ്തില്ല. നെയ്മർ നല്ലൊരു ഷോട്ട് അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. ഗാഡിയോള ഓക്കെ നെയ്മർ മച്ചാമരെ. ഓൾറെഡി ഇപ്പം എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ നമ്മുടെ 2026 കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബെല്ലിംഗം ഓക്കെ മെസ്സി, ബെല്ലിംഗം ടു ഒരു ത്രൂ പാസ് ബെല്ലിംഗം ഓക്കെ നെസ്റ്റയിലേക്ക് ഒഡേഗാർഡ് ഗൈസ്. ചില പോഡ്വേഗാർഡുകൾ അടിപൊളിയായിട്ടോ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കാനും പറ്റും. ഓക്കെ, നല്ലൊരു ചാൻസ് ഉണ്ട്. ബാറ്റി ഓക്കെ ബെക്കംബർ ഓക്കെ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ നെയ്മർ ബെക്കംബർ. മച്ചാമർ ഓൾറെഡി ഇനി ഇൻട്രോയും കാര്യങ്ങളൊക്കെ വേണം, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ഇപ്പോൾ നമ്മളങ്ങനെ ഡയലോഗായാലും പാട്ടായാലും കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ബെക്കംബർ ഡിഫെൻസ് ചെയ്ത് കഴിച്ചാൽ അല്ലേ നല്ലൊരു കിടിലൻ ഷോട്ടായിരുന്നു. ഒലിവർ ഗാൻ ടു നമ്മുടെ മെസ്സിയിലേക്ക് ഞാൻ തോന്നുന്നു. നോക്കട്ടെ മച്ചാമരെ, പോസ്റ്റ് എടുത്തു. നെസ്റ്റ് ഓടി എടുക്കുന്നുണ്ട് കേട്ടോ. ബോളും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വരുന്ന സമയത്ത് പെട്ടെന്ന് വരുന്നുണ്ട്. ഗാഡിയോള ടു നെയ്മർ ടു എടാ നല്ലൊരു പാസ് ലെഫ്റ്റ് ഫുട്ട് വെച്ചിട്ട് മച്ചന്മാർ മറഡോണ ഓക്കെ എടാ നല്ലൊരു ഗൈസ്. ഈ ഒരു മാച്ചിൽ നമ്മളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ ഗൈസ്. അപ്പോൾ അടുത്തൊരു ചാൻസ് എടുത്തിട്ടുണ്ട് സുവാരസ് ഇതൊരു സ്റ്റണ്ണിങ് അടിക്കാൻ നമുക്ക് പോസ്റ്റായിട്ട് നെസ്റ്റേ ഉണ്ട്. ഇത് ഇന്നലത്തെ പോലെ തന്നെ മച്ചാമാർ ഓൾറെഡി ഗോളി അബിയാട്ടിയാണ് സേവ് ചെയ്തു. ശരിക്കും നമുക്ക് അവിടെ തൂപ്പാസ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല മച്ചാമാരെ. പോട്ടെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കിക്കറിന് മാറ്റിയിട്ട് നമ്മുടെ മെസ്സിനെ ഇട്ടാലോ എന്നുണ്ട്. കാരണം ഇന്ന് നമുക്ക് ബിഗ് ടൈം മെസ്സിനെ ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെസ്സിയുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഒരു മച്ചാനും ഇന്നലെ ലൈവിലൊന്നും പറയുന്നുണ്ടായിരുന്നു MSN ബാക്ക് ഇറക്കിയായിരുന്നു, മച്ചാനും മെസ്സി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, സുവാരസ് അല്ല നെയ്മർ അവിടെ നല്ലൊരു കിടിലൻ ഷോട്ട്, പക്ഷേ ഗോളി പിടിച്ചു. സാബി ടു ബാക്കൗട്ട് നെയ്മർ ടു ഒരു നല്ല പാസ് സുവാരസ്. അയ്യോ, അതെന്ത് പണിയാണ് ഞാൻ കാണിച്ചേ. എടാ നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് ഞാൻ എന്തിനാ ബാക്കൗട്ട് അടിച്ചേ.
ഗൈസ് കിട്ടൂല എന്ന് വെച്ചാൽ അറിയാണ്ട് അടിച്ചു പോയതാണ്. പക്ഷെ കിട്ടുമായിരുന്നു, നമുക്ക് ശരിക്കും ഗോൾ അടിക്കേണ്ട നമ്മുടെ ഒരു ചെറിയ പണി കാരണം അത് കിട്ടിയില്ല. മച്ചാമ്മയുടെ ഓൾറെഡി മറഡോണ ഗൈസ് ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഷോട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ സുവാരസ് ഓക്കെ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ചാൻസ്. എടാ മറഡോണ ടു നെയ്മർ, മെസ്സി ഓക്കെ മെസ്സി ടു കോസ്റ്റേട്ട ഗൈസ് നമുക്ക് നോക്കി നോക്കാം. അടിച്ചിട്ട് ഗൈസ് നെയ്മർ. മച്ചാമ്മനെ ഓൾറെഡി നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക, കാരണം കുറേ സ്ഥലത്തൊക്കെ മഴയാണ്. അപ്പം നമുക്കിവിടെ നിലവിൽ ലീവൊന്നും കിട്ടിയില്ല. ലീവ് കിട്ടിയൊരു കമൻറ്റ് ഇന്നലെ വന്നപ്പോൾ നമ്മുടെ ആലപ്പുഴത്തെ പയ്യൻസ് ലീവാന്ന് പറഞ്ഞായിരുന്നു. എന്താ അത് സാബി അലോൺസോ ഓക്കെ നല്ലൊരു പാസ് നെയ്മർ ടു മറഡോണയ്ക്ക് കിട്ടിയില്ല. അപ്പത്തേനും ഒമാരും അടിച്ചു കളഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ LB ഒക്കെ ആയിട്ട് നമ്മുടെ കോസ്റ്റേഡിനെ കിട്ടിയ അടിപൊളി ആട്ടോ. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ ഇപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ ഒരു ഗോളിനാണ് ലീഡ്, പക്ഷെ പറയാൻ പറ്റില്ല മച്ചാൽ ഓപ്പോണൻറ്റ് ഈ ഒരു കോംബോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാം, ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കോസ്റ്റേട്ട ഗൈസ് ചില മാച്ചുകൾ എന്താണെന്ന് വെച്ചാൽ 4 ലൈനൊക്കെ എടുത്തവർ കമൻറ്റ് ചെയ്യട്ടോ മച്ചാമാരെ, കാരണം നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. കഫു ഓക്കെ മെസ്സി എടാ കിട്ടിയില്ലടാ നെസ്റ്റ ഓക്കെ ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ടോണി ആഡംസ് ടു നമ്മുടെ സാബി ടു ബെക്കാം എടാ ഗാഡിയോള നെയ്മർ ഓക്കെ ഗൈസ് നെയ്മർ കയറി വരുന്നുണ്ട്. നല്ലൊരു ഷോട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറഡോണ ഓക്കെ എൻ്റെ പൊന്ന് ഗൈസ് സ്റ്റണ്ണിങ് ഷോട്ടാണ് മച്ചാമാരെ. എടാ അത് സൈഡിൽ കൂടെയാണ് ഗൈസ് പോയത്. എന്തായാലും നമുക്ക് നോക്കി ഗൈസ് ഇത് മറഡോണ നമ്മുടെ കയ്യിലുണ്ട്, ഓപ്പോണൻ്റെ കയ്യിലുണ്ട് സിംഗിൾ ബൂസ്റ്റർ. എടാ നല്ലൊരു ഷോട്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ഷോട്ടായിരുന്നു മച്ചാമാരെ. ഓൾറെഡി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഡോർമണ്ട് സ്റ്റേഡിയം കാണാനാണ്, കാരണം ഓൾറെഡി നല്ലൊരു സ്റ്റേഡിയമാണത് ഗൈസ്. ഒലിവർ കാൻറ്റ് നമുക്ക് നോക്കി വെക്കാം. നമ്മുടെ സുവാരസ് ഓക്കെ സാബി ഗൈസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ടു നമ്മുടെ മെസ്സി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ സുവാരസ് അടിച്ചോ എടാ നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് അബിയാട്ടി വന്നിട്ട് സൈഡ് വലിഞ്ഞു മച്ചാമ്മരെ. അപ്പം എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ നമ്മുടെ ബാർസാൻ്റെ സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ട് അതിലും ഒരു ഇതുണ്ട് ഗൈസ്. അപ്പം കോർണർ അടിച്ചു നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ് നെസ്റ്റാ എടാ എൻ്റെ പൊന്ന് മച്ചാമാരെ ഗൈസ്. സംഭവം നമ്മുടെ ഈ ഒരു മെസ്സിയുടെ കാർഡുകൾ അടിപൊളിയാണ്, കാരണം ഗോള് കയറാനുള്ള അടിപൊളി നല്ല കാർഡുകളാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിതാക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇത് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി ഒരു ഹെഡർ എടാ സൈഡിൽ കൂടെ പോയിടാ, സുവാരസിൻ്റെ ഒരു ഹെഡറായിരുന്നു മച്ചാമാരെടാ. ഓക്കെ കൊച്ചേട്ടാ ഓക്കെ അയ്യോ അത് വല അങ്ങോട്ട് വെച്ചു ഗൈസ്. ജോയിസ്റ്റിക്ക് അങ്ങോട്ട് വെച്ചപ്പോഴത്തേനും അങ്ങോട്ട് നീങ്ങിപ്പോയി, അല്ലെ നല്ലൊരു ചാൻസ് കിട്ടേണ്ടായിരുന്നു. ഓക്കെ സാബി ടു മറഡോണ ടു നമ്മുടെ സുവാരസ്. ഈ നെസ്റ്റ് കുറച്ച് പണിയാണ് മച്ചാമാരെ, കാരണം അവിടേക്ക് വരുന്ന ഇതൊക്കെ അടുത്ത് വിടുന്നുണ്ട്. അയ്യോ എടാ പണിയായി ബാറ്റി ആവോ ഗൈസ്. എന്തോ ഒരു ഭാഗ്യത്തിന് കറക്റ്റ് നമ്മുടെ ഒലിവർ ഖാൻ്റെ ഇതിൽ തട്ടിയിട്ടുണ്ട് മച്ചാമാരുടെ ഫസ്റ്റ് ഷോട്ടാട്ടോ, ബാറ്റിയുടെ ഫസ്റ്റ് ഷോട്ടാണ്. ഇനി നമ്മൾ സൂക്ഷിക്കണം, ഇനി എപ്പോൾ വേണമെങ്കിലും സ്റ്റണ്ണിങ് ഷോട്ട് പ്രതീക്ഷിക്കാം. നേരത്തെ നമ്മുടെ മറഡോണൻ്റെ സൈഡിൽ കൂടെ പോയത് നമ്മുടെ പോയ പോലെ. അപ്പം പറയാൻ പറ്റില്ല മച്ചാമാരെ, ഇപ്പോഴാണെങ്കിൽ സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്, പക്ഷെ എന്നാലും എന്താ പറയുക ഗൈസ് വിസിറ്റർ എവിടെയോ ഗൈസ്. അപ്പോൾ നോക്കാം ഒലിവർ ഖാൻ ടു മച്ചാമാരെടാ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ ഇതിനു മുമ്പ് മാനുവലി വരെ യൂസ് ചെയ്ത് എടാ ഒരു നല്ല ഷോട്ട് ഗൈസ്. സംഭവം മച്ചാമാരെടാ ബ്ലിറ്റ്സ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ സംഭവം അത് സൈഡിൽ കൂടെ പോയി ഗൈസ്. ഓട്ടം എന്തോ വരുന്നുണ്ട്, അതാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് എടാ ഗൈസ്. അപ്പോൾ ഒലിവർ ഖാൻ ടു നമുക്ക് നോക്കി നോക്കാം. സാബി ഗൈസ് മെസ്സി എടാ മെസ്സിക്ക് കിട്ടി ബെക്കംബർ ഗാഡിയോള പിന്നെ നെയ്മർ ഓക്കെ എടുത്തിട്ടുണ്ട്. ബെക്കാം ടു നമ്മുടെ സാബി ടു ബെക്കാം ഓക്കെ എടാ പണി പാളിയല്ലോ അടിച്ചോ എടാ പണി എടാ എടുക്കട്ടെ എടാ ബെക്കംബർ എന്താണ് ഇത് ഗൈസ്. എടാ ഓടിക്കറടാ കോസ്റ്റട്ടെ ഗൈസ് അടിച്ചു മച്ചാമാരെ. അപ്പോൾ 70-ാം മിനിറ്റിൽ അവന്മാർ അടിച്ചിട്ടുണ്ട്. എന്തായാലും അവന്മാർ ഗോൾ സെലിബ്രേഷൻ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഇനിയൊരു ബാക്ക് അടിക്കണം, കംബാക്ക് അടിക്കണം. അവന്മാരിപ്പോൾ ഒന്നേ അടിച്ചു, ഞാൻ പറഞ്ഞില്ലേ അവന്മാർ ഇപ്പം തന്നെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറഡോണ ടു നമ്മുടെ ബെക്കാം ടു കഫു ടു ഒരു പാസ് ഓക്കെ മെസ്സി ടു മറഡോണ ടു നമ്മുടെ ഓവൻ ഓക്കെ നല്ലൊരു ടേൺ കിട്ടിയിട്ടുണ്ട്. എടാ എന്തിനാ അത് അവിടേക്ക് പാസ് കൊടുത്ത് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചത് അത് കയറുമില്ലെന്ന് ഗൈസ്. അപ്പോൾ നെയ്മർ നമുക്ക് നോക്കി നോക്കാം. നെയ്മർ ഒക്കെ എടുത്തിട്ടുണ്ട്. നെയ്മർ ടു ഗൈസ് ചില നേരത്തെ ഇത് അനങ്ങൂല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അടുത്ത പ്രശ്നം ഒഡേഗാർഡ് മച്ചാമാരെ. നിങ്ങൾക്കും ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഇത് ചില സമയത്ത് അനങ്ങൂല ഗൈസ് ജോയിസ്റ്റിക്ക് ഓക്കെ ബെക്കംബർ ഗൈസ്. അതിനിടയ്ക്ക് ഇന്നലെ നമ്മുടെ കൈയൊന്ന് വീണു, ഇന്നലെ മഴയായിരുന്നല്ലോ, അപ്പോൾ പായലൊക്കെ ഉണ്ടായിരുന്നു, തെന്നിയൊന്ന് വീണു ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് എടുത്തും എടാ അതും വേണ്ടായിരുന്നു. ഓക്കെ കഫു മച്ചാമാരെ. അതാണ് ഇന്നലെ നമ്മൾ 1 vs 1 കളിച്ചപ്പോൾ കൈ വേനയായിരുന്നു, അതുകൊണ്ടാട്ടോ നമ്മൾ ഇന്നലത്തെ മാച്ച് അങ്ങനെ കളിച്ചില്ലായിരുന്നു. ബെക്കാം ഓക്കെ മറഡോണ ഓക്കെ നല്ലൊരു ചാൻസ് എടുത്തിട്ട് മെസ്സി ഓക്കെ കഫു. ഇത് നമുക്ക് കയറി അടിക്കണം. കഫുവിൻ്റെ ഒരു കോർണർ കിക്ക് ഓക്കെ നെയ്മർ അടിച്ചോ എടാ പോസ്റ്റ് ഓവൻ അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഓവനെ വെച്ചിട്ട്. അപ്പോൾ മച്ചാമാൻ ഇതാ ഇവിടെ കൈ ഇതായിട്ടുണ്ട്.
വല്ലാത്തൊരു വീഴ്ച ചെയ്തു ഗൈസ് മച്ചാമാരെ. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നൈറ്റാണ് നമ്മൾ കൂടുതൽ ലൈവും കാര്യങ്ങളുള്ള ഒടേകാട് ടു കോസ്റ്റ് ചേട്ടാ. മച്ചാമാരേട്ടാ നിങ്ങളുടെ പ്ലേസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് കമൻറ്റ് സെക്ഷൻ ജസ്റ്റ് നോക്കാം നിങ്ങൾ എവിടെയാണ് പ്ലേസും കൂടെ. നമ്മൾ ഇതിൽ ലൈവ് എന്താ വെച്ചാൽ മച്ചാമാർ ഓൾറെഡി ഞാൻ എല്ലാം ഒരു ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ലൈവ് ഇതിൽ വരാത്ത. ഓടാ കോസ്റ്റ് ചേട്ടാ. ഓക്കെ ബെക്കംബർ ഗൈസ് 88 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ലാസ്റ്റ് ഒരു അടിയാണ് ഇനി എല്ലാം പ്രതീക്ഷകൾ മാറുന്നത് ഗൈസ്. അപ്പോൾ അവന്മാർ ലോങ് ഷോട്ട് അടിച്ചിട്ട് കളയാണ്. എനിക്ക് തോന്നുന്നു അവന്മാർ അടിച്ച് ലോങ് ബോൾ അടിച്ച് കയറാനുള്ള വേറൊരു ട്രിക്ക് ഉണ്ടല്ലോ, അടിച്ചിട്ട് ഹെഡ് അടിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ബാറ്റ് ഈ ഹെഡിന് നല്ല അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒലിവർ ഖാനെ വെച്ച് കളിപ്പിച്ചായിരുന്നു ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഓവൻ. എടാ നല്ലൊരു ചാൻസ് ഗ്രീസ്മാൻ. ഇത് നമുക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ ഗൈസ് അപ്പത്തന്നെ ഓഫ് സൈഡ് വിളിച്ചു. അല്ലേ നോക്കി ഒരു കറവ് ഉറപ്പായിട്ട് ഷുവറായിട്ട് കയറുന്നൊരു ഗോളായിരുന്നു നമ്മുടെ ഗ്രീസ്മാൻ്റെ. പക്ഷെ അത് വെറുതെ പോയല്ലോ മച്ചാമാരെ. ഗൈസ് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പോട്ടെ കോസ്റ്റ് ചേട്ടായിട്ട് നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു ഷോട്ട്. ടോണി ആഡംസ് അല്ല നെയ്മർ. ഓക്കെ എടാ ഇത് കണ്ടോ ഗൈസ് ലോങ് ബോൾ അടിക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ ഡേവിഡ് വില്ല. എടാ കോസ്റ്റ് ചേട്ടൻ ഇപ്പം പണി കിട്ടിയത്. എടാ ഡേവിഡ് വില്ലൻ്റെ ഒരു ഷോട്ട് മച്ചാമാർ. ഇവന്മാർ ബെബേറ്റോനെ ഇറക്കിയിട്ടില്ല. ഇവന്മാർ വാനെയും ആ ഒരു കോംബോയാണ് ട്രൈ ചെയ്തേക്കുന്നത്. മറഡോണ എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പം വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ചേട്ടായിട്ട്. എടാ അത് വെറുതെ പാസ് കൊടുത്തില്ല. ഇവിടെ മറഡോണ ഫ്രീ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് അപ്പം പറയാൻ ഒരു അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടേന്ന് നല്ലൊരു ഗോളാണ് വന്നത്. ബാറ്റിയാണ് അടിച്ചത്. അപ്പോൾ ആ ഒരു കോംബോ നൈസാണ്. ബാറ്റിക്ക് ഇത്തിരി സ്പീഡിൻ്റെ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കി നോക്കാം ഓപ്പോണൻ്റ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഏതാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റി ഡേവിഡ് വില്ല, അപ്പിയാറ്റി, പിന്നെ ഗാഡിയോള, വാൻ ബാസ്റ്റൻ കോംബോ ആണ്. അപ്പോൾ മച്ചാവൻ എനിക്കൊന്നും കോംബോ ഒന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് ഇതിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. കാരണം നല്ല രീതിക്ക് തന്നെ ഡിഫൻസ് ചെയ്തു. അപ്പോൾ മച്ചാവൻ നിങ്ങൾ ഡിഫൻസ് ഒക്കെ ഉള്ളവരാരും ഏതൊക്കെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാവൻ ഇതിലും മാച്ച് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം നമ്മൾ ഉറപ്പായിട്ട് ഫോർലാൻഡിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. നമ്മുടെ കെന്നവരെ കൈ കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാനൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.